ലോങ് ടൈമിലും മീഡിയം ടൈമിലും മികച്ച റിട്ടേൺ നൽകുകയും എന്നാൽ ഇപ്പോൾ കറക്ഷൻ ഫേസിലൂടെ കടന്നു പോകുന്നതുമായ ഒരു ഹൈ ഗ്രോത്ത് FMCG സെക്ടറിലെ സ്റ്റോക്കാണ് വരുൺ ബിവറേജ് ലിമിറ്റഡ്. വരുൺ ബിവറേജ് ലിമിറ്റഡ് 607 രൂപയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകി. 2 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 81.57, ഡിവിഡൻഡ് ഈൽഡ് 0.16%, 52 വീക്ക് ലോ 331, 52 വീക്ക് ഹൈ 681. കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് സ്റ്റോക്ക് 63% റിട്ടേൺ ആണ് നൽകിയത്. പ്രമുഖ ബ്രോക്കേജ് ഏജൻസിയായ HSBC വരുൺ ബിവറേജ് ലിമിറ്റഡിന് ബൈ എന്ന റേറ്റിംഗും 780 രൂപയുടെ ടാർഗറ്റ് നൽകിയതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പ്രധാന അപ്ഡേറ്റ്. HSBC വരുൺ ബിവറേജ് ലിമിറ്റഡിന് കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്നും 28% അപ്സൈഡിലുള്ള ടാർഗറ്റാണ് നൽകിയിരിക്കുന്നത്. വരുൺ ബിവറേജ് ലിമിറ്റഡ് പെപ്സിക്കോയുടെ ഏറ്റവും വലിയ ഫ്രാഞ്ചൈസി കമ്പനിയാണ്. പെപ്സിക്കോയുടെ 90% ബോട്ട്ലിംഗ് വോളിയത്തെയും കമ്പനി കൺട്രോൾ ചെയ്യുകയും കോൺട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യുന്നു. ഇന്ത്യൻ സോഫ്റ്റ് ഡ്രിങ്ക് സെഗ്മെൻറ്റിൽ വരുൺ ബിവറേജ് ലിമിറ്റഡിൻ്റെ പെനട്രേഷൻ 28% മാത്രമാണ്. അതേസമയം കൊക്കക്കോളയുടെ മാർക്കറ്റ് ഷെയർ 55%-അടുത്താണ്. ലോ പെനട്രേഷൻ ഉണ്ടായിട്ടുകൂടിയും പെപ്സിക്കോയുടെ 90% ബോട്ട്ലിംഗ് കപ്പാസിറ്റിയെയും അല്ലെങ്കിൽ ബോട്ട്ലിംഗ് വോളിയത്തെയും വരുൺ ബിവറേജ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ് കൺട്രോൾ ചെയ്യുന്നത്. ഇതോടൊപ്പം തന്നെ ഇന്ത്യയിലെ സോഫ്റ്റ് ഡ്രിങ്ക് കൺസപ്ഷൻ ഉയരുന്നതും പ്രതിവർഷം 3 മുതൽ 4 ലക്ഷത്തോളം ഔട്ട്ലെറ്റുകൾ പുതിയതായി ഓപ്പൺ ചെയ്യുന്നതും വരുൺ ബിവറേജിന് അനുകൂലമായ സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത്. വരുൺ ബിവറേജ് ലിമിറ്റഡ് പെപ്സിക്കോയുടെ പ്രൊഡക്റ്റുകൾക്കൊപ്പം തന്നെ സ്റ്റിംഗ് എന്ന പേരിൽ ഒരു അഫോർഡബിൾ എനർജി ഡ്രിങ്ക് കൂടി മാർക്കറ്റിലെത്തിക്കുന്നുണ്ട്. സ്റ്റിങ്ങിൻ്റെ വോളിയം 15%-അടുത്തായിട്ടാണ്. ഇതോടൊപ്പം തന്നെ കമ്പനി സ്പോർട്സ് ഡ്രിങ്ക്, ജ്യൂസ്, ഡെയിലി ബിവറേജസ് എന്നിവയും മാർക്കറ്റിലെത്തിക്കുന്നു. കമ്പനിയുടെ ടോട്ടൽ വോളിയത്തിൻ്റെ 13%-ഓളം സെയിൽസ് വോളിയം ഇന്ത്യക്ക് പുറത്തുനിന്നും കമ്പനി ജനറേറ്റ് ചെയ്യുന്നു, പ്രധാനമായും ആഫ്രിക്കയിൽ നിന്നും. ആഫ്രിക്കയിലെ കമ്പനിയുടെ ബിസിനസ് എക്സ്പാൻഷനിൽ HSBC ചില കൺസേണുകൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. കൺസേണുകൾക്ക് പിന്നിലെ പ്രധാന കാരണം ആഫ്രിക്കയിലെ വോളറ്റൈലായിട്ടുള്ള മാക്രോ എക്കോണമിക് എൻവയോൺമെൻറ്റാണ്. വരുൺ ബിവറേജ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് ഡിജിറ്റൽ സെയിൽസ് മോഡലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂൾസ് ആൻഡ് സ്ട്രാറ്റജിയും ഉപയോഗിച്ച് ഇനിയും സെയിൽസ് വർദ്ധിപ്പിക്കാൻ സാധിക്കും എന്നാണ് HSBCയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. 2016 നവംബർ മാസത്തിൽ IPO വഴി മാർക്കറ്റിൽ ലിസ്റ്റഡായ കമ്പനി 23%-അടുത്തുള്ള EBITDA മാർജിൻ മെയിൻറ്റെയിൻ ചെയ്യുന്നു. കമ്പനിയുടെ 10 വർഷത്തെ സെയിൽസ് വോളിയം കമ്പനിയുടെ 10 വർഷത്തെ റവന്യൂ ഗ്രോത്ത് ഇൻ ടേംസ് ഓഫ് CAGR 16%-അടുത്തായിട്ടാണ്. അതോടൊപ്പം തന്നെ പോസിറ്റീവ് ക്യാഷ് ഫ്ലോയും കമ്പനി ജനറേറ്റ് ചെയ്യുന്നു. സോഫ്റ്റ് ഡ്രിങ്ക് സെഗ്മെൻറ്റിൻ്റെ വാല്യൂഷൻ 62, കമ്പനിയുടെ വാല്യൂഷൻ 64. അതായത് ഇൻഡസ്ട്രിയുടെ വാല്യൂഷനുമായി മാച്ച് ആകുന്ന രീതിയിലുള്ള വാല്യൂഷനിലാണ് വരുൺ ബിവറേജ് ലിമിറ്റഡ് എന്ന സ്റ്റോക്ക് ഇപ്പോൾ ലഭിക്കുന്നത്. സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 600 പ്രധാനപ്പെട്ട സപ്പോർട്ടാണ്. 600 എന്ന സപ്പോർട്ട് ഏതെങ്കിലും കാരണവശാൽ നഷ്ടപ്പെട്ടാൽ 571 പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കും. ഈ 2 റേഞ്ചുകളിലും സ്റ്റാഗേർഡ് മാനറിൽ വരുൺ ബിവറേജ് ലിമിറ്റഡിനെ അക്കുമുലേറ്റ് ചെയ്യാം. രണ്ടാമത്തെ അപ്ഡേറ്റ് ടാറ്റ പവർ കമ്പനി ലിമിറ്റഡുമായി ബന്ധപ്പെട്ടത്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് 482 രൂപയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകി. 1.40 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 41.8, ഡിവിഡൻഡ് ഈൽഡ് 0.41%, 52 വീക്ക് ലോ 230, 52 വീക്ക് ഹൈ 494. ഇയർ ടിൽ ഡേറ്റിൽ 46%-അടുത്ത് റിട്ടേൺ സ്റ്റോക്ക് നൽകുകയും ചെയ്തു. ടാറ്റ പവർ രാജസ്ഥാൻ ഗവൺമെൻറ്റുമായി സഹകരിച്ച് പവർ സെക്ടറിൽ 1.2 ലക്ഷം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റിന് തയ്യാറായി എന്നുള്ളതാണ് ടാറ്റ പവറിനെ സംബന്ധിക്കുന്ന പ്രധാന അപ്ഡേറ്റ്. ഇവിടെ 24/7 ക്ലീൻ, അഫോർഡബിൾ, റിലയബിൾ പവർ സപ്ലൈ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടി കമ്പനി റിന്യൂവബിൾ പ്രോജക്റ്റ്, മാനുഫാക്ചറിംഗ്, ട്രാൻസ്മിഷൻ, ഡിസ്ട്രിബ്യൂഷൻ, ന്യൂക്ലിയർ പവർ, റൂഫ് ടോപ്പ് ഇൻസ്റ്റാളേഷൻ, EV ചാർജിംഗ് തുടങ്ങിയ സെഗ്മെൻറ്റുകളിലേക്കായിരിക്കും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. ഈ മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പ്രധാന ഹൈലൈറ്റ് പരിശോധിച്ചാൽ 1.2 ലക്ഷം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ 75,000 കോടി രൂപ റിന്യൂവബിൾ എനർജി പ്രൊജക്റ്റുകൾക്ക് വേണ്ടി മാത്രം മാറ്റിവെക്കും. 10,000 മെഗാവാട്ട് റിന്യൂവബിൾ എനർജി ജനറേറ്റ് ചെയ്യാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. 6,000 മെഗാവാട്ട് സോളാർ വഴിയും 4,000 മെഗാവാട്ട് ഹൈബ്രിഡ് വഴിയും. ഇതിനുവേണ്ടി ബിക്കാനീർ, ജയ്സൽമീർ, ബാർമീർ തുടങ്ങിയ സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ തുടങ്ങിയ റീജിയനുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തും. 2,000 മെഗാവാട്ട് സോളാർ മൊഡ്യൂൾ മാനുഫാക്ചറിംഗ് ഫെസിലിറ്റി ജോധ്പൂരിൽ കമ്പനി ആരംഭിച്ചു. ഇതിലേക്ക് 2,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തും. 1 ലക്ഷം EV ചാർജിംഗ് പോയിൻറ്റുകൾ സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടി 1,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തും. 10 ലക്ഷം റൂഫ് ടോപ്പ് സോളാർ പ്രോജക്റ്റുകളും കമ്പനി സെറ്റപ്പ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ ഒരു മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് വഴി 28,000-ഓളം ഡയറക്റ്റ് ജോബ് ജനറേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ആൾറെഡി ടാറ്റ പവർ എന്ന കമ്പനിക്ക് രാജസ്ഥാനിൽ ശക്തമായ ഫുട് പ്രിൻ്റാണുള്ളത്.
1 ജിഗാവാട്ട് സോളാർ പ്രൊജക്റ്റും 185 മെഗാവാട്ട് ഹൈബ്രിഡ് പ്രൊജക്റ്റും കമ്പനി ഇതുവരെയും കമ്മീഷൻ ചെയ്തു കഴിഞ്ഞു. 130 മെഗാവാട്ട് റൂഫ് ടോപ്പ് സോളാർ ഇൻസ്റ്റാളേഷൻസും കമ്പനി പൂർത്തീകരിച്ചിട്ടുണ്ട്. ടാറ്റ പവർ സ്റ്റോക്കിനെ ബ്രേക്കൗട്ട് ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ ഫോക്കസ് ചെയ്യാവുന്നതാണ്. 500 പ്രധാനപ്പെട്ട ടാർഗറ്റ്. 500 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ 520, 530 വരെ ഉയർന്നേക്കാം. 450 സ്റ്റോക്കിൻ്റെ സ്ട്രോങ് സപ്പോർട്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്